അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നു. ഇതാ മരുന്നും ഒരു ഓയിൻമെൻറ്റൊക്കെ ഉണ്ട് പുരട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി നമുക്ക് മരുന്ന് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കണം, വീണ്ടും മരുന്ന് കൊടുക്കണം. ഫുഡിന് മുന്നേ ആയിട്ട് ഒരു ഗുളിക കൊടുക്കാണ്ട്, അപ്പോൾ അതൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ, കാരണം ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കിച്ചുമോക്ക് ഇങ്ങനെ വയ്യാതെ അപ്പോൾ വേഗം ചോറ് വെച്ചു. പിന്നെ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് വറുത്തു. പിന്നെ അച്ചാർ, ഇത് അച്ചാർ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കിച്ചുമോള് ചോറുണ്ടാണ്. ഞാൻ വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കേ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, ബാക്കി അടുത്ത വിശേഷങ്ങൾ കാണിക്കാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് ഇത് സൺഡേസിലെടുത്തൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കിച്ചുമോൾക്ക് രാവിലെ ഡാൻസ് ക്ലാസ്സിന് പോയപ്പോൾ കയ്യിന് ചെറിയൊരു വേദന, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറും, ചിലപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിക്കണതൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുളത്തി പിടിച്ചതൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴും അവൾ പറഞ്ഞു അമ്മ എനിക്ക് നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് മൂവ് എന്തെങ്കിലുമൊക്കെ ഇട്ടത് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തിട്ട് പിന്നെ കുറവില്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അപ്പോൾ അവൾക്ക് വേദന കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും വയ്യാന്ന് തോന്നുമ്പോഴാണല്ലോ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ അവരെപ്പോഴും ഓടിച്ചാടി തുള്ളി നടക്കണമല്ലേ. ഞാൻ വീട്ടിൽ വന്ന് ചോറുണ്ടാക്കി, പിന്നെ കറി ഉണ്ടാക്കിയില്ല, മീനൊക്കെ വേഗം വറുത്തിട്ട് ഞങ്ങൾ ചോറുണ്ടാക്കിട്ടോ. അപ്പോൾ ഇവൾക്ക് കിടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ കിച്ചുമോള് അത് ഞാൻ എന്ത് ചെയ്തു, പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കാണിച്ചു. ചിലപ്പോൾ വല്ല നീർക്കെട്ടിൻ്റെതാവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഓർത്തോനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വീട്ടിൽ വന്ന് മരുന്നൊക്കെ കൊടുത്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അവളും ഞാനൊക്കെ ഫുഡൊക്കെ കഴിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ കൈയൊക്കെ തന്നെ അങ്ങനെ പൊക്കാൻ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നത് ദിവസം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറിനലൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ 4 മണി ചായക്ക് ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ. ചായക്ക് കടി ഇങ്ങനെ ചായ ഉണ്ടാക്കിയാൽ പിന്നെ എന്തെങ്കിലും കടി വേണമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. ബേക്കറി ആണെങ്കിൽ മിച്ചർ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കലുള്ളൂ കേട്ടോ, അങ്ങനെ മധുരമുള്ള അങ്ങനെ വല്ലാതെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടിയും ശർക്കരയും ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങ ചിരകി വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. കഴിഞ്ഞ ദിവസം തേങ്ങ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചപ്പോൾ ഞാൻ മൊത്തം അങ്ങോട്ട് ചിരകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. അങ്ങനെ ചിരകിയിട്ട് അപ്പം എടുത്ത് വെക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും തേങ്ങ ആവശ്യമുള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിരകി വെച്ചതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയൊരു ഉപകാരമാണ് അതങ്ങനെ. പക്ഷെ ആ സമയത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നുള്ളൂ. 2 തേങ്ങയൊക്കെ ഒപ്പം ചിരകിയിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് സമയം അങ്ങോട്ട് പോകും, എന്നാലും പിന്നെ നമുക്ക് വലിയൊരു ഉപകാരമാണത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദപ്പൊടിയും പിന്നെ തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ പാലിൽ പരത്തിയിട്ട് ഉണ്ടാക്കൂലേ അട, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ഇല ഉണ്ടല്ലോ, ആ ഇലയിൽ അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ടൊക്കെ സ്റ്റീം ചെയ്ത് അങ്ങനെയൊക്കെ അട ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പാനിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് പരത്തിയിട്ട് അങ്ങനെ അട ഉണ്ടാക്കാൻ കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ശർക്കരയും കൂടി ഇട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്, അതിങ്ങനെ വെറുതെ മധുരത്തിൽ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മധുരം ഇട്ട് ഉണ്ടാക്കണ ഏത് പലഹാരത്തിലും ഒരു നുള്ളു ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലവരൊക്കെ ചേർക്കുള്ളൂ, ഞാനങ്ങനെ എപ്പോഴൊന്നും ചേർക്കൊന്നുമില്ല, പക്ഷേ അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നുള്ളു ഉപ്പും കൂടി അതിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ ഒരു കണക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കും, ചിലപ്പോൾ രണ്ട് വലിയ തവിക്ക് ഇങ്ങനെ 2 ഗോതമ്പ് അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 2 തവി അങ്ങനെ മൈദപ്പൊടി എടുക്കും, അങ്ങനെ കേട്ടോ. ഉപ്പ് ഇട്ടു, പിന്നെന്താ തേങ്ങ ഇട്ടു. ഇനി ഇതിലേക്ക് ഇങ്ങനെ ശർക്കര കട്ടുണ്ടല്ലോ അതിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരകി ഇടുകയാണ് കേട്ടോ. അതിൻ്റെ വെള്ളം അങ്ങനെ നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് അങ്ങനെ വെള്ളം അങ്ങനെ വേണമെങ്കിലും ചേർക്കാം, ഞാൻ ഇങ്ങനെ ചേർക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിലുള്ള ആ ശർക്കരേൻ്റെ കട്ടയൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആ കൈ വെച്ചിട്ട് അങ്ങോട്ട് എന്താ പറയുക ഒന്ന് പൊടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. വിസ്കൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ, അപ്പോൾ എനിക്ക് തോന്നി വിസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ കൈ കൊണ്ട് ആക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് വിസ്കൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ എനിക്ക് കൈ കൊണ്ട് ആക്കിയാൽ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് തോന്നി.
അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അട ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പുതിയതായിട്ട് നമ്മളതിലേക്ക് വരുന്ന ഫാമിലിയിലേക്കും വരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാ കൂട്ടുകാരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും, ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. എന്താ പറയുക, സുഖമായിട്ട് പോണു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. കിച്ചുമോളെ മരുന്ന് കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും വേദനയൊക്കെ പോയി. ഞാൻ വിചാരിച്ചു വേറെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. 3 ദിവസം നമ്മൾ ഓക്കെ. അപ്പൊ നമുക്ക് പാന് വെച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? ഓയിൽ ഒഴിച്ചു കുറച്ച് കുറച്ചെടുക്കുകയാണ്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ പറ്റുമോ? ഇനി ഇങ്ങനെ കൈ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യണേ. ഇനി ഇങ്ങനെ പരത്തി കൊടുത്ത് ഇതാണ് കേട്ടോ പറഞ്ഞത്. ഇനി തിരിച്ചു മറിച്ചിട്ട് എങ്ങനെ വേവിച്ചെടുക്കാം. ചായക്കുള്ള പാലായി തന്നിട്ടുണ്ട്. പൊടിയട്ടെ. ഞാൻ ക്യാമറ തിരിക്കാറപ്പോ ഞാൻ കരുതി
അപ്പം അങ്ങനെ ഇതാ നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റൊന്നും കൂടി ഉള്ളൂ. അപ്പം ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഹലോ ഗൈസ്. വെളിച്ചം അല്ലേ? ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. ഓക്കെ. അപ്പം കിച്ചുമോള് കൈ വേദനയൊക്കെ മാറി ഗുളിയൊക്കെ കഴിച്ചപ്പോൾ അത് ആശുപത്രിയിൽ കൊടുത്തപ്പോൾ സമാധാനമായി. അതാ അപ്പം എന്തൊക്കെയാ മേശയൊക്കെ അങ്ങോട്ട് വലിക്കണേ ഇങ്ങോട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ്. ഞാൻ ചായ കുടിക്കുകയാണ്. തത്ത കുളിക്കാനുണ്ട്. ഒരു മൂവ് പോലെ സംഭവം തേച്ചപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി, കുറവ് തോന്നി. എന്ത് തോന്നുക? ഇത് തോന്നുക? വേദനയ്ക്ക് കുറവ് തോന്നി. അങ്ങനെ പറയണം. ഓക്കെ. അപ്പം ഞാൻ ചായ കുടിക്കാനായിട്ട് ചായ വേണ്ട കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ, ഇപ്പം ഉണ്ടാക്കിയത് മാത്രം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.